ശക്തമായിരുന്നിട്ടും പത്തനംതിട്ടയിൽ വോട്ടിംഗിൽ ഇടിവുണ്ടായി. ഇത് ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കുമോ, അതോ മറ്റെന്തെങ്കിലും മറിമായങ്ങൾ നടക്കുമോ? എന്തായാലും പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഇത്തിരി ചങ്കിടിപ്പ് കൂടുതലാണ്. സിറ്റിംഗ് എം പി ആന്റോ ആന്റണി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്, BJP ദേശീയ സെക്രട്ടറി അനിൽ K ആന്റണി എന്നിവരുടെ മത്സരമാണ് പത്തനംതിട്ടയുടെ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കിയത്. വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. ആന്റോ ആന്റണിയുടെ 4ാം ഊഴമാണിത്. കഴിഞ്ഞ തവണ MP ആയി തുടരുമ്പോൾ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ആന്റോ ആന്റണി. MP യെ കാണാനില്ല എന്നുള്ള പോസ്റ്ററുകൾ പോലും പത്തനംതിട്ടയുടെ പല ഭാഗത്തും ഉയർന്നിട്ടും ഒരു കൂസലുമില്ലാതെ വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ആന്റോ കാണിച്ച ധൈര്യം സാമുദായിക വോട്ടുകളുടെ മറപിടിച്ചാണെന്ന് വ്യക്തം. എന്നിട്ടോ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായ കുറവ് LDFന് തിരിച്ചടിയാകുമെന്നും UDF വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യിക്കാനായി എന്നുമൊക്കെയാണ് പറച്ചിൽ. UDF അനുഭാവികളെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട് പോലും. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ജയം ഉറപ്പിക്കുകയാണ് UDF. അതെന്തായാലും കണ്ടു തന്നെ അറിയാം. കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്ന് DCC നേതൃത്വവും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ആന്റോ ആന്റണിയുടെ വിജയം അത്ര എളുപ്പമായിരിക്കില്ലെന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കളുടെയും DCC നേതൃത്വത്തോട് അതൃപ്തിയുള്ള നേതാക്കളുടെയും വിലയിരുത്തലുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസും UDFും സജ്ജമാണെന്നും UDFും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്നും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും അവകാശപ്പെട്ടിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തകരില്ല. DCC നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുള്ള നേതാക്കളെയെല്ലാം DCC പ്രസിഡന്റ് ഇടപെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നും ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ UDFന് ക്ഷീണം ചെയ്യുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ SP സജൻ പറഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും നിരന്തരം അപമാനിച്ചും നവകേരള സദസ്സിൽ പങ്കെടുത്തു എന്നിവ ആരോപിച്ചാണ് SP സജനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മുൻ DCC ജനറൽ സെക്രട്ടറി VR സോജി, മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോ, DCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സലീം P ചാക്കോ തുടങ്ങിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും താഴെത്തട്ടിൽ പ്രവർത്തകരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. RSPയുടെ യുവജന സംഘടനയായ RYFന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാണ് സലീം P ചാക്കോ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത്. പ്രാഗൽഭ്യമുള്ള നേതാക്കളെ വെട്ടിനിരത്തുന്ന DCC നേതൃത്വത്തിന്റെ നിലപാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് വിമത വിഭാഗത്തിന്റെ വിലയിരുത്തൽ. വോട്ടിംഗ് ശതമാനത്തിൽ പത്തനംതിട്ട കണ്ടത് റെക്കോർഡ് തകർച്ചയാണെന്നതും കോൺഗ്രസുകാർ തന്നെ കോൺഗ്രസുകാർക്കെതിരെ നിൽക്കുന്നതുകൊണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ LDF തകർപ്പൻ വിജയം നേടുമെന്നാണ് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് വിഭാഗത്തിന്റെ പ്രതീക്ഷ. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കുകയാണ്. കോൺഗ്രസ് BJP വോട്ടർമാർ എത്താതിരുന്നതാണ് ശതമാനം കുറയാൻ കാരണം എന്നാണ് ഇവരുടെ വാദം. മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുമാണ് LDFന്റെ വിശ്വാസം. വിജയത്തിന്റെ കാര്യത്തിൽ വിശ്വാസത്തിൽ തന്നെയാണ് അനിൽ K ആന്റണിയും. UDFനും LDFനും ഒട്ടേറെ വോട്ടുകൾ ലഭിക്കുമെങ്കിലും മണ്ഡലത്തിലെ വോട്ടർമാർ മാറ്റം ആഗ്രഹിക്കുന്നതിനാൽ വോട്ടെണ്ണിക്കഴിഞ്ഞാൽ അത് ബോധ്യമാകുമെന്നാണ് BJPയുടെ വിശ്വാസം. എന്നാൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വൻ ഇടിവിൽ പ്രതീക്ഷയോടെയും ചങ്കിടിപ്പോടെയുമാണ് മുന്നണികൾ എന്നതാണ് യഥാർത്ഥ സത്യം. 2019 74.19 ആയിരുന്നു വോട്ടിംഗ് ശതമാനം. ഇത്തവണ 63.35 കുറഞ്ഞു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 74.19% 2014 തിരഞ്ഞെടുപ്പിൽ 66% പോളിംഗ്. പത്തനംതിട്ടയിലെ വിജയം അത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം. ഈ അവസ്ഥയിൽ നോക്കുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ പൂർണ്ണമായ ചിത്രം വ്യക്തമാകൂ.